നോവലിസ്റ്റും ചിത്രകാരനുമായ ജോസഫ് പനക്കലുമായി നടത്തിയ സംഭാഷണം മൂന്നാം ഭാഗം. ഏത് രംഗത്തായാലും നമ്മുടെ വളർച്ചയിൽ മറ്റു പലരും അറിഞ്ഞോ അറിയാതെയോ ഭാഗവാക്കാകാറുണ്ട്. സാറിൻ്റെ സാഹിത്യ ജീവിതത്തിൽ രചനയുടെ വഴിയിൽ സഹായകമായി നിന്നിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് സാറിന് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? സാഹിത്യരംഗത്തായാലും ചിത്രകലാരംഗത്തായാലും നൃത്തത്തിലായാലും നാടകത്തിലായാലും മൗലികമായ ചില കഴിവുകൾ ഒരു വ്യക്തിക്കുണ്ടായെങ്കിൽ മാത്രമേ അവന് മുന്നോട്ട് വളരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവൻ്റെ സ്വന്തം കഴിവുകൾ കൊണ്ട് മാത്രം ഒരാൾക്ക് വളരാൻ കഴിയും എന്ന വിശ്വാസവും എനിക്കില്ല. ആരുടെയെങ്കിലുമൊക്കെ സഹായം ആവശ്യമാണ്. ഗുരുക്കന്മാർ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ, മറ്റു പല രംഗത്തും പ്രശസ്തരായവരുടെ കഴിവുകൾ കണ്ടിട്ടുണ്ടാവുന്ന പ്രചോദനം, അവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ, അങ്ങനെ ബഹുവിധങ്ങളായ മേഖലകളിൽ നിന്ന് പലരിൽ നിന്നും അറിഞ്ഞും അറിയാതെയും നമ്മളിലേക്ക് അതിൻ്റെതായ കഴിവുകൾ വളർന്നു വരുന്നതിന് വേണ്ട പ്രചോദനവും ശക്തിയും നാം അറിയാതെ കൈവരിക്കുകയാണ് ചെയ്യുന്നത്. സാഹിത്യരംഗത്ത് ഞാനും സിപ്പി സാറും ഒരുമിച്ചാണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത്. എഴുത്തു മാസികകളിലൂടെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ആദ്യവും കഥകളും ലേഖനങ്ങളും ഒക്കെ എഴുതി തുടങ്ങിയത്, എഴുതി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാള മനോരമയിൽ ആദ്യമായിട്ട് ഒരു കഥ പ്രസിദ്ധീകരിച്ചു. അതെനിക്ക് വലിയൊരു ആത്മവിശ്വാസം തന്നു. തുടർന്ന് മറ്റു പല ചെറിയ പ്രസിദ്ധീകരണങ്ങൾക്കും കഥകൾ എഴുതി അയക്കുകയും അവയിൽ പലതും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം ആദ്യകാലത്ത് തന്നത് കേരള ടൈംസ് പത്രമായിരുന്നു. എറണാകുളത്ത് നിന്ന് ഫാദർ ജോർജ് വെളിപ്പറമ്പിലിൻ്റെ പത്ര മാനേജ്മെൻറ്റിൽ നടന്നിരുന്ന കേരള ടൈംസിൻ്റെ വാരാന്ത പതിപ്പിൽ ഞാനും സിപ്പിയും ഒക്കെ ഒരുമിച്ച് കഥകൾ എഴുതുകയും ലേഖനങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിരുന്നു. അക്കാലത്ത് നടുവിൽ മഠം ശങ്കരനാരായണയ്യർ വളരെ പ്രമുഖനായ ഒരു പത്രാധിപരായിരുന്നു. അദ്ദേഹമാണ് വർഷം തോറും കേരള ടൈംസ് വാർഷിക പതിപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നത്. എൻ്റെ കഥകൾക്ക് വേണ്ടത്ര സ്ഥാനം നൽകുന്നതിനും അവ നല്ല രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നതിനും അദ്ദേഹം എന്നെ സഹായിച്ചിരുന്നു. അതൊക്കെ എൻ്റെ ആത്മവിശ്വാസം വളർത്തി. അതുപോലെ തന്നെ യുഗപ്രതിഭ എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടി, അതായത് യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു പംക്തി അതിനകത്ത് ആരംഭിച്ചിരുന്നു. ആ പംക്തി കൈകാര്യം ചെയ്യുന്നതിന് മുഖ്യമായും സിപ്പി സാറും ഞാനുമായിരുന്നു പങ്കുവച്ചിരുന്നത്. ധാരാളം എഴുത്തുകാരെ, യുവ എഴുത്തുകാരെ വളർത്തിക്കൊണ്ടുവരുന്നതിനും ഒക്കെ ആ പംക്തിയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. അക്കാലത്ത് മധു മഞ്ജുളാലയം, എം.ആർ. മനോഹരവർമ്മ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജോർജ് ജോസഫ് കെ, തോമസ് ജോസഫ്, അവരൊക്കെ ഈ പംക്തിയിലൂടെ കയറി വന്നവരാണ്. ഇന്ന് അറിയപ്പെടുന്ന പല എഴുത്തുകാരും അതിലൂടെ വളർന്നു വന്നവരാണ്. അപ്പം അതൊക്കെ വലിയൊരു പ്രചോദനമായിരുന്നു. വെളിപ്പറമ്പിൽ അച്ഛൻ ഞങ്ങൾക്ക് തന്ന ആ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ആത്മവിശ്വാസത്തെ വളർത്താനും സാഹിത്യരംഗത്ത് കൂടുതൽ അറിയപ്പെടുന്ന ആളുകളുമായി ബന്ധപ്പെടാനും അതുവഴി സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിനുവേണ്ടി വായിച്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ള ശക്തിയും കഴിവും പ്രചോദനവും ഒക്കെ ലഭിച്ചു.